ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പ് ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞു. വരുന്ന 11-ാം തീയതിയാണ് ആഞ്ചലോട്ടി തൻ്റെ 50 അംഗ പ്രാഥമിക സ്ക്വാഡിൻ്റെ ലിസ്റ്റ് ഫിഫയ്ക്ക് കൈമാറുക. അതിനുശേഷം 18-ാം തീയതി 26 അംഗ ഫൈനൽ സ്ക്വാഡിനെ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യും. ഏതായാലും ഇതിനു മുന്നേ ബ്രസീലിയൻ സ്ട്രൈക്കർമാർ ഇപ്പോൾ ഫോമിലേക്ക് ഉയർന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ വീക്കെൻഡിൽ മിക്ക ബ്രസീലിയൻ സ്ട്രൈക്കർമാരും തങ്ങളുടെ ടീമുകൾക്ക് വേണ്ടി തിളങ്ങിയിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് വിനീഷ്യസ് ജൂനിയറെയാണ്. റയലിന് വേണ്ടി ഇരട്ട ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. റയലിനെ വിജയത്തിലേക്ക് നയിച്ചത് വിനീഷ്യസ് ജൂനിയർ തന്നെയാണ്. അതുപോലെ തന്നെ മാത്യൂസ് കുഞ്ഞ, നമുക്കറിയാം ലിവർപൂളിനെതിരെ ഒരു ഗോൾ നേടി എന്നുള്ളത് മാത്രമല്ല, ആ മത്സരത്തിൽ തകർപ്പൻ പ്രകടനമാണ് കുഞ്ഞ നടത്തിയിട്ടുള്ളത്. എൻട്രിക്ക് ലിയോണിന് വേണ്ടിയുള്ള തകർപ്പൻ പ്രകടനം തുടരുന്നു, ഒരു ഗോൾ നേടി. ജാവോ പെഡ്രോ ചെൽസിക്ക് വേണ്ടി ഗോളടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഗോർ ജീസസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് വേണ്ടി ഗോളടിച്ചു. ഈ സീസണിൽ മികച്ച രൂപത്തിലാണ് ഇഗോർ ജീസസ് കളിച്ചിട്ടുള്ളത്. യൂറോപ്പ ലീഗിലും പ്രീമിയർ ലീഗിലും തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇഗോർ തിയാഗോ ഒരു ഗോൾ നേടിയിട്ടുണ്ട്. ബ്രെൻഫോർഡിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത്. റയാൻ ഇപ്പോൾ ബേൺമൗത്തിന് വേണ്ടി കളിക്കുന്നു, ഒരു ഗോൾ നേടി. റിച്ചാർലിസൺ ഗോൾ കണ്ടെത്തി. അതുപോലെ തന്നെ പെഡ്രോ ഒരു ഗോൾ നേടിയിട്ടുണ്ട്. ലൂയിസ് ഹെൻറിക്ക് ഒരു ഗോൾ നേടിയിട്ടുണ്ട്. അങ്ങനെ ബ്രസീലിന്റെ സ്ട്രൈക്കർമാർ എല്ലാവരും തിളങ്ങിയ ഒരു വീക്ക് കൂടിയാണ് ഇത്. വിനീഷ്യസ് ജൂനിയർ ഒക്കെ മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞു. ഏതായാലും ഇത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. പരിക്കുകൾ ഒന്നും പറ്റാതെ ഈ താരങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ ആരാധകർക്കുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.